hi guys, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് M31 എന്ന സ്മാർട്ട് ഫോൺ ആണ്. ഒരു മിഡ് റേഞ്ച് ഒരു നോൺ ചൈനീസ് പ്രീമിയം ഫോൺ എന്ന് വെച്ചാൽ 20,000-ൽ ഒതുങ്ങുന്ന ഒരു നോൺ ചൈനീസ് എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും ഉള്ള ഒരു ഫോണാണ്. പ്രീമിയം ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ വലിയ വലിയ ചൈനീസ് കമ്പനികളുടെ വലിയ ഫോണുകളിലുള്ള ഫീച്ചേഴ്സ്, അതുപോലത്തെ ഫീച്ചേഴ്സ് നമുക്കൊരു മിഡ് റേഞ്ച് പ്രൈസിൽ കിട്ടുന്നു. അതുപോലെ മിഡ് റേഞ്ച് പ്രൈസിൽ കിട്ടുന്ന ഒരു ഫോണാണ് സാംസങ് M31. ആദ്യം സാംസങ് മിഡ് റേഞ്ച് അത്രയ്ക്ക് ശ്രദ്ധയൊന്നും കൊടുത്തുണ്ടാക്കാൻ തുടങ്ങിയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ 2-3 വർഷമായതേ ഉള്ളൂ സാംസങ് മിഡ് റേഞ്ച് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ഇറക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ മിഡ് റേഞ്ച് പ്രൈസിൽ ഇറങ്ങുന്ന ഫോണുകളെ സാംസങ് M സീരീസ് എന്ന് വിളിക്കാൻ തുടങ്ങി. അതുപോലെ ഒരു M സീരീസ് ആണ് സാംസങ് M31. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതാണ് ഫോണ്. ഇതിനകത്ത് മാനുവൽ കാർഡാണ് ഉള്ളത്. മാനുവൽ കാർഡും വാറന്റി കാർഡും ഇതിനകത്ത് ഉണ്ട്. നമുക്ക് ചാർജിങ് കേബിളും പ്ലഗും നോക്കാം. 15 വോൾട്ടിന്റെ ചാർജിങ് പ്ലഗ് ആണിത്. ഈ ചാർജിങ് കേബിളും പ്ലഗും നല്ല ഫാസ്റ്റ് ചാർജറിന്റെ ആണ്. ഈ ചാർജ് പെട്ടെന്ന് കയറിക്കോട്ടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് C ടൈപ്പ് ചാർജിങ് കേബിളും കിട്ടുന്നതാണ്. അടുത്ത ഇയർഫോൺ നോക്കാം. എൻ്റെ അടുത്ത് നോക്കിയിട്ട് നല്ല ഇയർഫോൺ തന്നെയാണ് കിട്ടുന്നത്. അടുത്ത നമുക്ക് ഫോണിലേക്ക് പോവാം. ഞാൻ ഫോണിന്റെ കവർ മാറ്റി നമുക്ക് ഇനി ഫോൺ ഓൺ ആക്കാം. ഫോണിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ബേസിക്കിൽ നിന്ന് പറയുന്നത് തന്നെയാണ് നല്ലത്. M31 191 ഗ്രാം ഉണ്ട്. ലെങ്ത് 8.9 മീറ്റർ ആണ്. ബാറ്ററി പാക്കേജ് 6000 mAh ആണ്. നല്ലൊരു ബാറ്ററി പാക്കേജ് ആണ് ഇതിന് ഉള്ളത്. മിഡ് റേഞ്ചിൽ കിട്ടുന്ന എല്ലാ ഫോണുകൾക്കും ഇതുപോലെ ഒരു ബാറ്ററി പാക്കേജ് ഇല്ല. സാംസങ്ങിന് മാത്രമേ ഉള്ളൂ 6000, 6500 പോലെയുള്ള ബാറ്ററി പാക്കേജ്. അതുകൊണ്ട് തന്നെ എത്ര അധികം നേരം നമ്മൾ ഫോൺ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ചാർജിങ്ങിൻ്റെ പ്ലഗ് 15 വോൾട്ട് ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കയറിക്കോളും. M31 6.4 ഇഞ്ച് ഡിസ്പ്ലേയും അതിൻ്റെ കൂടെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേയും ലഭിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ യൂട്യൂബിലും അതുപോലെ വീഡിയോ ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും. മറ്റ് കമ്പനികൾ ഇതുപോലെ ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണ് മിഡ് റേഞ്ചിൽ ഒരിക്കലും നൽകുന്നതല്ല. മാത്രമല്ല ചൈനീസ് ഫോണുകൾക്കെല്ലാം IPS ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും ലഭിക്കും.
അടുത്തത് നമുക്ക് ക്യാമറയിലേക്ക് പോകാം. ബാക്ക് ക്യാമറ സ്ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. ഒരു സ്ക്വയറിനകത്ത് 64+8+5+5 മെഗാ പിക്സൽ ക്യാമറയും അതിനോട് തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ 32 മെഗാ പിക്സൽ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ. നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഈ ക്യാമറയുടെ കൂടെ തന്നെ നമുക്ക് പല എക്സ്ട്രാ ഫീച്ചേഴ്സും കിട്ടുന്നതാണ്. സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാം ലൈവ് ഫോക്കസ്, പ്രോ, പാൻഡം, ബാക്ക് ഓഫ് ഫുഡ്, നൈറ്റ്, സൂപ്പർ സ്ലോ മോഷൻ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നതാണ്. സ്ലോ മോഷനിലും സൂപ്പർ സ്ലോ മോഷനിലും വീഡിയോകൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് കാണുക. ഈ സൂപ്പർ സ്ലോ മോഷനിലും മിക്കവാറുമുള്ള എല്ലാ ഫോണുകളിലും ശബ്ദം കേൾക്കാറില്ല. പക്ഷെ സാംസങ്ങിന് മാത്രമേ ശബ്ദം കേൾക്കാറുള്ളൂ. അടുത്തത് ഫോണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ പ്രൊസസ്സർ. സാംസങ്ങിൽ എക്സിനോസ് 9611 എന്ന പ്രൊസസ്സറാണ് ലഭിച്ചിരിക്കുന്നത്. ചൈനീസ് കമ്പനികളിൽ ഇതേ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകൾക്ക് കുറച്ച് കൂടിയ അല്ലെങ്കിൽ പവർ എഫിഷ്യൻസി കൂടുതലുള്ള പ്രൊസസ്സറാണ് നൽകിയിരിക്കുന്നത്. ഗെയിമിങ്ങിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ഫോൺ മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ലഭിക്കുകയില്ല. റാം 6GB റോം 180GB ഫോണിലെ സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് 10 ആണ്. പിന്നെ സെക്യൂരിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ചൈനീസ് ഫോണുകളെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല സെക്യൂരിറ്റി ഉറപ്പ് സാംസങ് നമുക്ക് നൽകുന്നുണ്ട്. സെക്യൂരിറ്റിയിൽ ഫേസും ഫിംഗർ പ്രിന്റും പാറ്റേണും നമുക്ക് ലഭ്യമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളൊരു മൊബൈൽ മേടിക്കാനിരിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഈ മൊബൈൽ തന്നെ മേടിക്കണമെന്നാണ്. ഇതൊരു നോൺ ചൈനീസ് മൊബൈലാണ്. നമുക്ക് മിഡ് റേഞ്ച് പ്രൈസിൽ തന്നെ കിട്ടും. എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും ഉണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ.